റസൂൽ പൂക്കുട്ടിക്കും സജ്ജനയ്ക്കുമെതിരെ ആരോപണം ഉന്നയിച്ച ആക്ടിവിസ്റ്റ് ദിയാസന സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. ഏത് ഘട്ടത്തിലാണ് അങ്ങ് റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള മുതിർന്ന സിനിമാ രംഗത്തെ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? സജ്ജനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? ആക്ച്വലി റസൂൽ പൂക്കുട്ടിയുമായിട്ടല്ല എനിക്ക് പ്രശ്നമുള്ളത്. എക്സാക്ട്ലി പ്രശ്നമുള്ളത് സജനയുമായിട്ടാണ്. സജനയാണ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണ്. ഞാനൊരു MDMA കാരിയറാണ്. അതുപോലെ ഞാൻ MDMA കുട്ടികൾക്ക് കൊടുക്കുന്നു, അവർക്ക് തിന്നാൻ കൊടുത്തു, ബിഗ് ബോസ് താരങ്ങളുമായി അവരുടെ വീട്ടിൽ പോയിരുന്നു എന്നൊക്കെയുള്ളതായിരുന്നു അവരെനിക്കെതിരെയുള്ള ആരോപണം. ഈ ആരോപണത്തിൻ്റെ പേരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിലൊക്കെ എനിക്ക് വളരെ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള ബുള്ളിങ് നേരിടേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു 2 ദിവസം എൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ആ സമയം മുതലാണ് ഞാൻ ഇവർക്കെതിരെ ഈ ആരോപണത്തിനെതിരെ പരാതി കൊടുത്തതും. കാരണം ഇവർ പറഞ്ഞതുപോലെ ഒരു മാനിപ്പുലേറ്റഡ് കഥ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു പുതിയ രീതിയിൽ അവർ വരുന്നു, അവർ പെട്ടെന്നൊരു കാര്യം പറയുന്നു, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു. അവരുടെയും റസൂൽ പൂക്കുട്ടിയുടെയും പേഴ്സണലായിട്ടുള്ള കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇങ്ങനൊരു ആരോപണം എനിക്കെതിരെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധ എന്നിലേക്ക് വരികയും എന്നെ ആ രീതിയിലേക്ക് ആളുകൾ അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ കൃത്യമായി അങ്ങ് മനസ്സിലാക്കിയത് കൊണ്ട് പബ്ലിക്കിലിട്ടത് അവർ തന്നെ പബ്ലിക്കിലിട്ടു. അതായത് സജന തന്നെയാണ് അവർ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പബ്ലിക്കിലേക്ക് ഇട്ടത്. അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സമയത്ത് ഇവരൊരു 9 weeks പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അത് പബ്ലിക്കാവുകയും അതിൻ്റെ മേലിൽ ഇവിടെ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അവരെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ ആ വിഷയത്തിന്മേൽ ഫിറോസ് ഖാൻ, അതായത് സജനയുടെ ഹസ്ബൻഡ് പ്രതികരിച്ചത് ഇവർക്കെതിരെയുള്ള തെളിവുകളായിട്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിക്കെതിരെയും സജനയ്ക്കെതിരെയുള്ള വ്യാപകമായ തെളിവുകൾ വെച്ചിട്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വന്നത്. ആ തെളിവുകൾ അതായത് സുഹൃത്തുക്കൾ, സജനയുടെ സുഹൃത്തുക്കളായ ആളുകൾ ഫിറോസ് ഖാന് കൈമാറി. അതാണ് അവരുടെ പ്രശ്നമെന്നാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിച്ചത്. എക്സാക്ട്ലി യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും ആയിട്ടുള്ള വിഷയത്തിൽ, അതായത് ഭാര്യയെ ഈ പറഞ്ഞതുപോലെ അവരിതൊക്കെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുള്ള ആളാണ്, അവർക്ക് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അവർക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, അവർ ചത്തുപോകണമെങ്കിൽ ചത്തുപോട്ടെ, അങ്ങനെ രീതിയിൽ അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. അവിടെയാണ് ഞാൻ ഈ സ്ത്രീയും തമ്മിൽ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവ് അവരുടെ കുഞ്ഞിനെ യൂസ് ചെയ്തെന്ന് പറയും, അയാൾ വല്ല രീതിയിൽ ഇവളെ ഉപദ്രവിച്ചാലെന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ പറഞ്ഞു. അപ്പം അതൊക്കെ ഭയങ്കര വലിയ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം അതെന്നെ നല്ല രീതിയിൽ ബാധിച്ചു. ഞാനത് റിയാക്ട് ചെയ്തു. അവിടെ വെച്ചിട്ട് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആവുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ സംഭവം വരുന്നത്. അതായത് ഈ പ്രഗ്നൻസി വരുന്നു, അത് ഫേക്കാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സജന പരാതി കൊടുക്കുകയാണ്. ഇതൊരു ഫേക്ക് കേസാണ്, ഇതൊരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ ഫോട്ടോ ആരോ ഇത് ചെയ്തതാണെന്നും മോർഫ് ചെയ്തതാണെന്നും ഇത് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് വന്നതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതി കൊടുത്തു. ശരിക്കും അവർ തന്നെയാണ് അത് ചെയ്തത്. ഇവരിങ്ങനെ റസൂൽ പൂക്കുട്ടിയെ ത്രട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിടും. അയാൾ വന്ന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനങ്ങ് മാറ്റും. അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശബ്ദ സംഭാഷണങ്ങളും ഒരുപാട് തെളിവുകളും ഒക്കെ അങ്ങ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ഇതിന്റെ ഈ സംഭവം സാധൂകരിക്കുന്ന വിവരങ്ങളല്ലേ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരാൾ നമ്മളിൽപ്പെട്ട പലരോട് സംസാരിച്ചിരിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. അതായത് അയാളുടെ അടുത്ത് നിന്ന് 40 ലക്ഷം രൂപ ഇതിനോടകം അവർ വാങ്ങിച്ചു, അയാളെ ഉപദ്രവിച്ചു, അയാളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇട്ടത്. പക്ഷേ ഒരു സമയത്ത് അയാൾക്ക് എന്തോ ഈ ത്രെട്ടണിങ്ങിനൊക്കെ, അവളുടെ ത്രെട്ടണിങ് ഭയന്നിട്ട് അവൾക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യം വന്നു. ഇന്ന് അയാൾക്ക് പ്രതികരിക്കാൻ പോലും പറ്റാതിരിക്കുന്നത് അവളുടെ ത്രെട്ടണിങ്ങിനെ പേടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെയ്ക്കും ആരും സംസാരിച്ചില്ല. ഞാൻ 2 ദിവസം മുമ്പ് അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്, കാരണം ഇവള് എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞൊക്കെ അയാളെ പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഒന്നത്തെ കാര്യം, ഇവർ തമ്മിലുള്ളതിനകത്ത് പണമിടപാട് നടന്നിരിക്കുന്നു, കൺസെൻറ്റ് റിലേഷൻഷിപ്പ് നടന്നിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമോ, അല്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യുമോ എന്നുള്ള പരാതി കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അയാൾ അതിൽ പാനിക്കായി നിൽക്കണമെന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല. അതുപോലെ ഇത്രയും വലിയൊരു കലാകാരന് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ബോധമില്ലേ? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അയാളിപ്പോൾ അയാളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒതുങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. അയാളെ ഞാൻ നല്ലതൊന്നും പറയുന്നില്ല, അയാൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അയാൾക്കൊരു ആവശ്യം തന്നെയാണ്. കാരണം അയാൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ എടുക്കുമ്പോഴത്തേക്ക് അയാൾ ചൂസ് ചെയ്ത് അയാൾക്ക് എടുത്തൂടെ? ഈ സജനയ്ക്കും ഫിറോസ് ഖാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്
അങ്ങ് ശ്രദ്ധയിൽപ്പെടുകയും അങ്ങ് അത് തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി? ഇല്ല, കാരണം സജിന് നമ്മളുടെ അടുത്ത് വന്ന് സഹകരിക്കുന്ന പോലും, സജിനയുടെ അടുത്ത് കമ്പനി ആവുന്നത് പോലും സജിനയും ഫിറോസ് ഖാനും ഡിവോഴ്സായി എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് ഇവരുടെ വല്ല പ്രശ്നം അറിയത്തില്ല. പക്ഷേ ഇവൾ പറഞ്ഞിട്ടുള്ളത് ഫിറോസ് ഖാൻ അബ്യൂസ് ചെയ്തു, ഫിറോസ് ഖാൻ ഉപദ്രവിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ മറയ്ക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകളെ കരുവാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ പർപ്പസായിട്ട് ഇവരുടെ ഭർത്താവിനെയും ഇവർ ഉപദ്രവിക്കുകയാണെന്നും ഇവരുടെ ഭർത്താവിനെയും ഇവർ ചൂഷണം ചെയ്യുകയാണെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ആർക്കും അറിയില്ല, അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഫിറോസ് ഖാൻ സംസാരിച്ചിരിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇതേപോലെ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ്റെ റിലേഷൻഷിപ്പ് ആയതിനു ശേഷവും പല ആളുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അയാൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇപ്പം അയാളുടെ മകനെ പോലും അവൾ കാണിക്കുന്നില്ല, അത്രയ്ക്കും വലിയ ക്രൂരതയൊക്കെയാണ് കാണിക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. ദിയക്കെതിരെ നടക്കുന്നത് പരിധി വിടുന്ന തരത്തിലേക്കുള്ള സൈബർ ആക്രമണമാണ്. അപ്പോൾ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ജീവനും സ്വത്തിനും സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ത്രെട്ടനിങ് ഉണ്ടായിട്ടുണ്ട്. ജൂൺ 6 സജിൻ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ജൂൺ 23 എൻ്റെ പഴയ കേസിലൊരു പ്രതി എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്നെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചു, അതിൻ്റെ സുരക്ഷ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന അനധികൃതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള റെയ്ഡുകളെ പറ്റിയിട്ടുള്ള അന്വേഷണം അവരെന്തായാലും കൃത്യമായിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സുഹൃത്തുക്കൾക്കും ഇത് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെന്നും അവരുടെയൊക്കെ വീടുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടുത്തും പെടുത്തിയിട്ടുണ്ടായി. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുത്തും അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവരൊക്കെ പോയി കണ്ട് ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. റസൂൽ പൂക്കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുമായും മറ്റോ രംഗത്ത് വന്നോ? ഇല്ല, ആരുടെയും ഭീഷണി വന്നിട്ടില്ല. പക്ഷെ റസൂൽ പൂക്കുട്ടിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇവള് ഫോൺ ചെയ്ത് തെറി വിളിച്ചിട്ടുണ്ട്. സജിന അയാളുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അയാളുടെ വാട്സപ്പ് അവളുടെ മൊബൈലിലേക്ക് ആക്കുക, എന്നിട്ട് ആളുകളെ വിളിക്കുക, തെറി വിളിക്കുക, അങ്ങനെ കുറേ സംശയത്തിൻ്റെ പുറത്ത് അയാൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു പിടലൊക്കെ ശരിക്കും പെട്ടിട്ടുണ്ട്. പക്ഷെ അയാളും കൂടെ നിന്നുകൊണ്ടാണ് സുഹൃത്തുക്കളായ നമുക്കെതിരെയും ആദ്യം നിന്നെന്നുള്ളതാണ്. ഇപ്പോഴാണ് അയാൾക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാവുന്നത്. അയാൾ പെട്ടു എന്നുള്ളത് അയാൾ പേഴ്സണലി പോലും സംസാരിച്ചു, അയാളുടെ ഫാമിലിയൊക്കെ സംസാരിച്ചു. അവരൊക്കെ വല്ലാത്തൊരു കഷ്ടത്തിലാണുള്ളത് ശരിക്കും ഇവർ കാരണം. ഇത് റസൂൽ പൂക്കുട്ടി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു. പ്രതികരിക്കാത്തതിൻ്റെ കാരണം അവളുടെ ഭീഷണി തന്നെയാണ്. അവളിപ്പോഴും അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് പറയാനുള്ളത് ആളുകളുടെ മുമ്പിൽ. അയാൾ നിസ്സഹായനായിട്ട് അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഏത് നിമിഷവും അയാൾക്കും ത്രെട്ടനിങ് ഉണ്ടാവാന്നുള്ള രീതിയിലാണ് അയാൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ ഹീസ് UK, അയാളുടെ വൈഫിൻ്റെ ഒപ്പമാണുള്ളത്. അയാളുടെ കണ്ടീഷൻസും കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായും വിവാദങ്ങളിൽ മനസ്സ് തുറക്കുകയാണ് ദിയാസന. റസൂൽ പൂക്കുട്ടി സജിനയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരക്കമുള്ള വളരെ പ്രധാനപ്പെട്ട അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ദിയ ഉന്നയിക്കുകയും ചെയ്യുകയാണ്. സായി സൂര്യയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.